ഇവനാണ് തമ്പി. കള്ളക്കമ്മട്ടത്തിൽ മഹാത്മാവിന്റെ മുഖമുള്ള നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പിന്റെ ആടുതല്ലി. സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ ശ്രമിച്ചോക്ക്. കുറെ ഉണ്ടോ ഇവനൊക്കെ പറയാൻ? തനിക്ക് ആരും അങ്ങോട്ട് കയറി വരാൻ അനുവാദം തന്നെ? എടാ, ആരോട് ചോദിച്ചിട്ട് കാര്യം ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന്? മാഡം വർമ്മ, ഈ മുഖം ദർശിക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ എനിക്ക് സമയവും സൗകര്യമില്ലായിരുന്നു. ഞാൻ കയറി വന്ന വർഷാവർമ്മയുടെ കിടപ്പറയിലേക്കൊന്നുമല്ലോ. ഇത് നിങ്ങളുടെ ഓഫീസ് കം റെസിഡൻസ് ആയതുകൊണ്ടാണ്. ഇവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയനെ. പിന്നെ മുസോറി ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാവരും കൂടെ വിചാരിച്ചാലും ഇവനെ പിടികിട്ടില്ല. താൻ പോലീസിന്റെ പണി ചെയ്യണ്ട, അതിനോട് ആളുണ്ട്. ആരാണ്? നിങ്ങളാണോ സാർ? ഇല്ല, എനിക്കിവനെ പിടികിട്ടിയത് ഒരു കേന്ദ്രമന്ത്രി പൊങ്ങവന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നാണ്. പാവപ്പെട്ട നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവിടം വരെ കയറി ചെല്ലാൻ കഴിഞ്ഞേക്കും. പക്ഷെ നീട്ടിപ്പിടിച്ചൊരു സല്യൂട്ട് അടിച്ചിട്ടെങ്കിൽ തിരിച്ചു പോരണം. അക്കാര്യത്തിൽ നിങ്ങളുടെ വർഗത്തോട് എനിക്ക് സഹതാപമുണ്ട്. ലോക്കൽ സിനിമകളിലെ പോലീസ് ഹീറോമാരെ അനുകരിച്ച് മസിൽ പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും നീതിന്യായ വ്യവസ്ഥിതികൾ ഈ നാട്ടിൽ പരിരക്ഷിക്കപ്പെടുകയില്ല. മിസ്റ്റർ പരമേശ്വരൻ, യു മേ ഗോ നൗ. നോ നോ, എന്റെ അനിയത്തിയും അവളുടെ ഭർത്താവും ചെയ്യാത്ത കുറ്റത്തിന് ലോക്കപ്പിൽ കിടക്കാണ്. എനിക്ക് അവരെ വിട്ടുകിട്ടേ പറ്റൂ. ഇവനാണ് അകത്ത് കിടക്കേണ്ടവൻ. ലുക്ക്, നിങ്ങൾ ആദ്യം മുറിവിട്ട് പോണം. ഞങ്ങൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഐ എം ആസ്കിംഗ് യു ടു ഗെറ്റ് ഔട്ട്. ഞാൻ പുറത്തുണ്ടാവും, പക്ഷേ അവരെയും കൊണ്ട് ഞാൻ പോകും. കുഞ്ഞിപ്പാലൂർ സ്ഥലത്തെത്തിയ പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്തേക്ക് വിളിച്ചു കഴിഞ്ഞു. താമസിയാതെ കമ്മീഷണർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും. ഈ കമ്മീഷണർ ഈഗോ പാർട്ടിയാണെന്നേ ഉള്ളൂ. കറക്റ്റഡ് അല്ല. മറ്റാർക്കും വേണ്ടി ആക്ട് ചെയ്യുന്നതല്ല അവര്. എന്തായി? എന്താവണം? എന്റെ പെങ്ങളും ലോക്കപ്പിലാ. നീയൊക്കെ കൂടെ കാണിച്ച് തന്തയില്ലായ്മയ്ക്ക് അവൾ കണ്ണീര് കുടിക്കുക. അപ്പോ എന്റെ മുമ്പിൽ കാണരുത്. ഇല്ല പരമേശ്വരൻ, ഞാൻ മൊഴി കൊടുക്കാനാണ് വന്നത്, കമ്മീഷണറെ കാണാൻ. തമ്പിയെ കുറിച്ചും യൂസഫിനെ കുറിച്ചും എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറയാം. നന്ദനും പപ്പയും പുറത്തു കൊണ്ടുവരാൻ ഇനി ഞാൻ അകത്ത് കിടക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഹലോ ജി സാബ്, ബോംബെ. ഹലോ. ആ, അച്ഛാ, ഞാൻ കരുങ്ക. യൂസഫ് സ്ഥലത്തുണ്ട്. ഫാൽക്കൺ മെറൈൻസിന്റെ സീ സൈഡ് ഗസ്റ്റ് ഹൗസിൽ തപ്പിക്കോ, അല്ലെങ്കിൽ എയർപോർട്ട്. ഷാർജ ഫ്ലൈറ്റിൽ അവൻ പോകരുത്. അവനെ എനിക്ക് കിട്ടിയിരിക്കണം. സാർ വാ. ബോംബെയിൽ പോലീസ് കമ്മീഷണറായിരുന്ന ദേവൻ വർമ്മയുടെ. അതെ. ഇവിടെ വർഷ മോളാണ്. സുഖം.